ചില ഭക്തിചലനങ്ങൾ സൃഷ്ടിക്കുന്നു. വില കൂടിയതെല്ലാം നേർച്ചയർപ്പിക്കാൻ വിഭ്രാന്തി പൂണ്ട് സഞ്ചരിക്കുന്ന കുര്യാക്കോസ് എന്ന ഭക്തി വിഭ്രാന്തി. റിഫ്ലെക്സ് ആക്ഷൻ. വെള്ളിക്കാശ് കർത്താവിന്, സ്വർണ്ണക്കാശ് കർത്താവിന്, സ്നേഹത്തിന്റെ പണം കർത്താവിന്, സമരത്തിന്റെ പണം കർത്താവിന്, സാഹോദര്യത്തിന്റെ പണം കർത്താവിന്, സ്വപ്നത്തിന്റെ പണം കർത്താവിന്, പകലിന്റെ പണം കർത്താവിന്, രാത്രിയുടെ പണം കർത്താവിന്. കർത്താവ് വെഞ്ചരിച്ച ആധാരം കൊണ്ട് ലോൺ എടുക്കാൻ എളുപ്പമായി. ബാങ്കിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ മനസ്സല്ലുണ്ടാകും. ഇല്ലെങ്കിൽ കർത്താവ് ഉണ്ടാക്കും. ക്രമപ്പെട്ട വിലാപങ്ങൾ നിരോധിച്ചിരിക്കുന്നു. റോസമ്മ, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയുടെ ഭാര്യ ഒരിക്കലും എടുത്തു ചെയ്യാവുന്ന വിലാപങ്ങൾ പുറത്തുവിടാൻ പാടില്ല. മനസ്സിലായില്ലേ റോസമ്മയ്ക്ക്? റോസമ്മയ്ക്ക് മനസ്സിലായോ? കഴുത്തിനാണെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിയണമെന്ന് റോസമ്മയെ കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഓർക്കാത്തതിനായി മാറുകയായിരുന്നു. 2018 കുര്യാക്കോസിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? കുര്യാക്കോസിന് എന്തെങ്കിലും മഹാമാറ്റങ്ങൾ ഉണ്ടായിരുന്നു റോസമ്മേ? കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനറിയൂ. അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ ചോദിച്ചത് കണ്ടില്ലേ? സംസാരിക്കുക, കഴിയുക, ഇരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഭാവമാറ്റങ്ങൾ വളരെ കൃത്യമായി ഓർത്ത് പറയണേ. ഇപ്പോൾ തീവ്ര ഭക്തിയുള്ള 142 കുര്യാക്കോസുമാരുണ്ട് ജില്ലയില്. അതുകൊണ്ട് അച്ഛനെയാണ് ചോദിക്കുന്നത്. അച്ഛന് വൈരാഗ്യമുണ്ട്, അതുകൊണ്ടാ. കൂടെ കൂടെ വരാറുണ്ടായിരുന്നോ? കുര്യാക്കോസുമായി സംസാരിക്കാറുണ്ടായിരുന്നോ? നേർച്ചക്കോഴിയായാലും എന്താണ് റോസമ്മേ? നേർച്ചക്കോഴി ഒരു പവിത്ര അവസ്ഥയല്ലേ? മനസ്സിലാകുന്നു റോസമ്മേ. അച്ഛന് മനസ്സിലാവാത്ത എന്താ പറയുക? കുടുംബത്തിന് വേണ്ടിയല്ലേ എല്ലാം സഹിക്കുക. നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുറിച്ച് അമിത ഭക്തമുണ്ടെന്നല്ലാതെ
ഈ കൊച്ചിന്റെ മരുന്ന് ചീട്ട് നേർച്ചപ്പെട്ടിട്ട കർത്താവ് നല്ല മരുന്ന് കിട്ടുമണി. ഇവിടെ അവിടെ കാണി നല്ല മരുന്ന്. ആധാർ കാർഡ് നേർച്ചപ്പെട്ടിട്ട മനസ്സിന് സന്തോഷം കിട്ടുമണി. ഭക്തി നിറയുമണി. ഞാനിതൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. കേട്ടോ അച്ചോ, വളരെ മാന്യമായി കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണോ ഞാൻ. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ടില്ല അച്ഛാ. ഞാൻ 10ാം ക്ലാസ് തോറ്റവനാണോ? എന്നോട് ഇങ്ങനെ ചോദിക്കല്ലേ അച്ഛോ. അതെല്ലാം മഹാമാരെ സമൂഹം പരാജനം വിളിച്ചിട്ടുള്ളത്. ഒരു ക്രിസ്ത്യൻ കുടുംബം ഇങ്ങനെ വൈപരീത്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ള കുടുംബങ്ങളെ ബാധിക്കും, അവരുടെ ചിന്താഗതിയെ ബാധിക്കും, ചരിത്രത്തെ ബാധിക്കും. നേർച്ചപ്പെട്ടിയുടെ മുകളിലിരിക്കുന്നത് ഇതിഹാസത്തിന്റെ മുകളിലിരിക്കുന്ന പോലെ. ഈ നേർച്ചപ്പെട്ടിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം വേദനകളാ, കരുണയാ. ചില പാതിരാത്രിയിൽ ഈ നേർച്ചപ്പെട്ടിയുടെ മുകളിലിരിക്കുമ്പോ നല്ലൊരു പ്രാവിന്റെ മണം വരും. പിന്നെ ഒന്നിൻ ചിറക് വീശുന്ന പോലെ ശബ്ദവും. എന്റെ നെഞ്ചും കൂട്ടിക്കയറി ഒരിരിപ്പ. ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് പാടി. ഈ നേർച്ചപ്പെട്ടിയുടെ അടുത്തേക്ക് പാടി. നേർച്ചപ്പെട്ടി നിങ്ങൾ വിളിച്ചു ഇങ്ങനത്തൊന്നുമില്ല. എന്റെ കർത്താവാണ്. ഞാൻ നിന്നെ വിളിച്ച് നേർച്ചപ്പെട്ടി ഇടത്തില്ല റോസേ. എന്നെ വിശ്വസിക്കാൻ നിനക്കും അറിയില്ല, നിന്നെ വിശ്വസിക്കാൻ എനിക്കും അറിയില്ല. വേറെ ആരോടും ചിരിച്ചാൽ മതി റോസേ. നമ്മൾ ചിരിച്ചപ്പോ ആരാണൊക്കെ ചിരിച്ചു. ആണുങ്ങളും പെണ്ണുങ്ങളും ചിരിച്ചു. എല്ലാ കുന്തിരിക്കത്തിന്റെ മണം. നമ്മുടെ ഈ നേർച്ചപ്പെട്ടിയിലെ ചുറ്റും വീടിന് ചുറ്റുമൊക്കെ ആരാണ്ട് പതുങ്ങിയിരിപ്പുണ്ട്. ആരാ ഞാൻ ചിരിച്ചപ്പോ ചിരിച്ചത്? ആരാ ഞാൻ ചിരിച്ചപ്പോ ചിരിച്ച? ആരാത്? ആരാടി നോക്കേ? ആരാടി? മോളെ നിന്റെ തന്തയാടി പതുങ്ങിയിരിക്കുന്നത്. വിളിച്ചാ നീ എന്താടി ഒലക്കോ? നിന്റെ ആധാർ കാർഡ് എടുത്ത് ഞാൻ നഷ്ടപ്പെട്ടി. ഇനിയും സാധാരണക്കാരും അതിഭക്തമായ കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നും ഇത്രയും ഉച്ചത്തിൽ ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. കാരണം കുര്യാക്കോസ് ചികിത്സയിലാണ്. ഈ വീട് കേൾക്കാമെന്ന് സംസാരിച്ചാൽ മതി. മനസ്സിലായോ? തിരുവരുത്താ മതി. കുര്യാക്കോസ്, നീ ആധാർ കാർഡ് നഷ്ടപ്പെട്ടിരിക്കോ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ? നീ ആധാർ കാർഡ് എടുത്ത് എനിക്കൊന്നും അറിയില്ലച്ചോ. ഞാനൊന്നും അറിയുന്നില്ലച്ചോ. ആ മഴപ്രാവുണ്ടാ. പിന്നെ എനിക്കൊന്നും അറിയില്ലച്ചോ. എന്റെ മനസ്സ് സംവിധാനമൊക്കെ ചെയ്യുന്നത് അവനാ. മഴപ്രാവ സ്വർണ്ണത്തിലുള്ള മഴപ്രാവ്. എന്റെ കർത്താവേ, കാക്കമ്പള്ളി പോവായിരുന്നു, ഇങ്ങോട്ട് വരുവായിരുന്നു. കാക്കമ്പള്ളി പോവായിരുന്നു,
കുറിച്ച് ചാച്ചൻ അമിത ഭക്തിയുള്ള ആളായിരുന്നു. ആയിരുന്നോണ്ടേക്കും കുര്യാക്കോസിനോടാ ചോദിച്ചത്. ചാച്ചൻ പള്ളി പോവായിരുന്നു, നേർച്ചയിടുമായിരുന്നു. അതിപ്പോ ആരാച്ചോ നേർച്ചയിടത്ത് ചങ്ങും മത്തങ്ങയൊക്കെ പറിച്ച് നേർച്ചയിടുന്നവരാ ഇവിടെ ഉള്ളവരെല്ലാവരും. അപ്പോഴാ ഞാനൊരു ആധാക്കാരെടുത്ത് നേർച്ചപ്പെട്ടിട്ട് ഇത്ര വലിയ കുറ്റം. അച്ഛോ ഞാനൊരു 10ാം ക്ലാസ് തോറ്റവനല്ലേ അച്ഛോ, എന്നോടിങ്ങനെ ചോദിക്കണേ അച്ഛോ. ഡോക്ടറോടും കർത്തറോടും ചോദിക്കാൻ പോലെയാണ് ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ അച്ഛോ. കുറ്റകരമാണ്. നിനക്കത് അറിയാത്തതുകൊണ്ടാ ഈ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ആധാർ കാർഡ് ഒരു മനുഷ്യന്റെ ചരിത്രവും ഭൂശാസ്ത്രവും രസതന്ത്രവും ഒക്കെയാ. ആധാർ കാർഡ് നേർത്തപ്പെട്ടിടാൻ പാടില്ല. മനസ്സിലാക്കാൻ കുര്യാക്കോസേ, നീ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ അതൊരു തീവ്രവാദമായി മാറും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പറഞ്ഞത്? നീ എന്ന് അവന്റെ ഭാര്യ ഭർത്താവിന്റെ ഭക്തി കടമം വിട്ട് വർദ്ധിക്കുമ്പോൾ അത് എനിക്ക് ചെയ്യുന്നത് ഭാര്യയുടെ കടമയാണ്. ഈ മാടപ്രാവ് ചിറകടിക്കുന്നതിന്റെ ചെവിയിലെത്തുമ്പോൾ എന്തെങ്കിലും ഉണമറക്കാറുണ്ടോ കുര്യാക്കോസേ? നീ വല്ല താളവും കേളവും സംഗീതവും അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചുപോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓർക്കാപ്പുറത്തൊരു വരവാ, എപ്പോഴാ വരുന്നൊന്നും പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മാടപ്രാവാണെങ്കിലും സമയനിഷ്ഠയില്ല. നീ വീടിന്റെ നേർച്ചപ്പെട്ടിയുടെ പരിസരത്തിൽ നീ വെള്ളരിപ്രാവിനെ കാണാറുണ്ടോ? ഇല്ലട്ടോ, അങ്ങനെ ഒരു വെള്ളരിപ്രാവുണ്ടല്ലോ. സ്വർണ്ണ ചിലവുള്ള വെള്ളരിപ്രാവ്, പക്ഷേ രൂപമില്ല, അരൂപിയ. എന്റെ ഉള്ളിന്റെ എനിക്ക് നന്നായിട്ട് കാണാം. ഈ വെള്ളരിപ്രാവ് പറന്ന് ഒരാൾക്കും എന്താ പറയാനുള്ളത്? ദൈവസംഗീതം പോലെയാണോ പ്രാവത്തെ കുറികൾ? എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുര്യാക്കോസിനെ മനസ്സിൽ നിർത്തി കളയുക. എല്ലാവർക്കും വെള്ളരിപ്രാവ് അത് മതി. പക്ഷെ എന്നോട് യോജിക്കല്ലോ ചോ ഈ വെള്ളരിപ്രാവ് വരുന്നത് പോകുന്നതും ഒക്കെ. അച്ഛനോട് ഞാൻ വിശദമായി പറയൂ കുര്യാക്കോസേ. നിന്റെ അമിത ഭക്തി കുറിക്കാണല്ലോ കൗൺസിലിംഗ് കഴിയാമല്ലോ. അതെ കൗൺസിലിംഗ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വീടിന് ചുറ്റും ഈ നേർച്ചപ്പെട്ടിക്ക് ചുറ്റും വന്നിരിക്കുന്നത്. കുര്യാക്കോസിന് കാര്യം മനസ്സിലാക്കുക. ഇത് ഒരു തരം റിഫ്ലെക്സ് ആക്ഷനാണ്. ബോധപൂർവമല്ലാതെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ 10ാം ക്ലാസ് തോറ്റതല്ല. കുര്യാക്കോസല്ല തല വെച്ചിരിക്കുന്നത്. അതെന്താ വിശദമാക്കി ക്ലാസ്സമ്മേ. സ്വഭാവം എങ്ങനെയാ? ക്രിസ്ത്യാനികൾ തല വീഴ്ച കാര്യം സംസാരിക്കാം. ഞങ്ങൾക്കറിയണം. നിനക്ക് മാത്രമായിട്ട് വെള്ളിരിപ്പാണ് അത് അനുവദിക്കില്ല. ഈ കുട്ടിക്ക് മരുന്ന് വാങ്ങുന്ന ചീറ്റെടുത്ത് നേർച്ചപ്പെട്ടി കിട്ടുമെന്നല്ലോ, ശരിയാണോ? എനിക്കൊന്നും അറിയില്ല അച്ഛന്മാരെ, ഞാനൊന്നും അറിയുന്നില്ല അച്ഛന്മാരെ. മാനപ്രാവ് വന്ന എന്റെ ശരീരവും മനസ്സൊക്കെ സംവിധാനം ചെയ്യുന്നു ആ മാനപ്രാവ. വില കൂടിയതെല്ലാം ഭർത്താവിൽ അർപ്പിക്കാൻ പറയും. കുടുംബരേഖകൾ, സാമൂഹ്യ രേഖകൾ, ചരിത്രരേഖകൾ, സാമ്പത്തിക രേഖകൾ. കുട്ടിയുടെ മരുന്നും സാമ്പത്തിക എനിക്ക് നല്ല ഉറപ്പുണ്ടോ കുട്ടിയുടെ രോഗം മാറാനുള്ള നല്ലൊരു മരുന്ന് ചത്താവ് എനിക്ക് എന്ത് തരുമെന്ന്. നീ കരമടച്ച രസീതെടുത്ത് നേർച്ചപ്പെട്ടിരിക്കോ? എന്താണ് മിനികത്തിയാ രേഖകളൊന്നും ഇനി നേർച്ചപ്പെട്ടിടാൻ അനുവദിക്കില്ല. ഇനി നേർച്ചപ്പെട്ടികളെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ അത് പറയാൻ പറ്റില്ലട്ടോ. കാരണം എന്നെ സംവിധാനം ചെയ്തത് മാനപ്രാവ, സ്വർണ്ണക്കിഴക്കുള്ള മാനപ്രാവ്. അതിനൊരു മാനപ്രാവില്ല. ദേവസ്വത്തിന്റെ പ്രീതിയൻ
അച്ഛൻ പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മണപ്രാവില്ല. അങ്ങനെ ഒരു മാനപ്രാവ് ഉണ്ടെങ്കിൽ ഞങ്ങളാണ് ഇല്ലട്ടോ. അങ്ങനെ ഒരു മാനപ്രാവുണ്ട്, സ്വർണ്ണക്ഷരമുള്ള മാനപ്രാവ്. എവിടെന്നാണോ സ്വർണ്ണച്ചിറങ്ങി വാവലിക്കൂല നിൽക്കില്ലേ? നീ മനസ്സിലാക്കുക, ഇതൊരു തരം അപകടത്തിലേക്കാണ് പോകുന്നത്. എന്തായി പറയുന്നത്? സ്ത്രീകൾക്ക് നേരത്തെ കൊയ്യാൻ പറ്റില്ല. ശരിയാണോ? നീ റോസമ്മയെ പിടിച്ച് നേരത്തെ കൊയ്യാൻ ശ്രമിച്ചോ? ഇത് മണ്ണെണ്ണ വിളക്കല്ലേ? മണ്ണെണ്ണ വിളക്കാണെന്ന് അറിയാത്തവർക്ക് ആരാ ഉള്ളത്? ഒരു കാലത്ത് ജീവിതത്തിന്റെ തീവച്ചിക്കായിരുന്നു മണ്ണെണ്ണ വിളക്ക്. മണ്ണെണ്ണ വിളക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. വളരെ 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 ശ്രദ്ധയോടെ അച്ഛനും മണ്ണെണ്ണ വിളക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കാൻ. മണ്ണുള്ളിലേക്ക് നോക്കാൻ അറിയാത്തായിട്ട് ആരാ ഉണ്ടെങ്കിൽ കത്തി നിൽക്കുന്ന ഈ മണ്ണെണ്ണ വിളക്കിലേക്ക് നിന്റെ കൈ അറിയാതെ സ്പർശിച്ചു എന്ന് വിചാരിക്കുക. നിന്റെ കൈ ആ വിളക്കിലെ തീനാളത്തിലേക്ക് മുട്ടിയെന്ന് പെട്ടെന്ന് നീ ഞെട്ടി കൈവലിക്കുന്നു. അതാണ് റിഫ്ലക്സ് ആക്ഷൻ. ഇത്ര ദൈർഘ്യത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ കുര്യാക്കോസ്. സാധാരണ ഞെട്ടലെ പോലെ വന്നു. ഇത്ര ദൈർഘ്യത്തിൽ മനുഷ്യ മനസ്സിനെ ലാൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാ. അതാണ് കുര്യാക്കോസെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ചികിത്സിക്കണം. അപകടമാണ്. വീട്ടിലെ മൂച്ചുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് മാറ്റുക. ആ വ്യക്തിഗതങ്ങളെ ഓടാതെ വരെ എന്തിന് ആ നെഗം വെട്ടി കൂടി എടുത്ത് മാറ്റിക്കോളൂ. ഇവന്റെ ഭക്തി എപ്പോഴാ പരാക്രമങ്ങളായി മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. റോസമ്മയ്ക്ക് മനസ്സിലായോ? പരാക്രമങ്ങൾ ഉണ്ടാവില്ല. അന്നിക്കലം മാത്രമാക്കണ്ട, ആ കറിച്ചട്ടി കൂടി മാറ്റി വെച്ചോളൂ. ഇവൻ എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. റോസമ്മയ്ക്ക് മനസ്സിലായോ? കണ്ണിക്കറിയവൻ നാലായി മടക്കി വോട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഭക്തിയുടെ ക്രമസമാധാനത്തിന് സംരക്ഷിക്കാനാ. കുര്യാക്കോസിന്റെ ഭക്തിയുടെ ക്രമസമാധാനത്തിന് തെറ്റിയിരിക്കുന്നു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഒരു തരം കൗൺസിലിംഗ്.
എന്തോ 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 ഓ എന്റെ നേത്രങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കുറെ ദിവസങ്ങളായില്ലേ കണ്ടിട്ട്. നിന്റെ മനസ്സിലേക്ക് കർത്താവിനെ കടത്തിവിട്ട ആദ്യത്തെ മാലാഖ്യ എന്റെ നേർപ്പങ്ങള്. റോസേ, പെങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കടി. നേർച്ച കുട്ടിയുടെ അടുത്ത് നിന്ന് ദൈവദോഷം പറയാതെ. ശരിയാണോ? അന്നമ്മേ മറ്റം പറഞ്ഞേക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ. അങ്ങോട്ട് മാറി നിൽക്കാൻ. അങ്ങോട്ട് മാറി നിൽക്കാൻ. ഇരിക്കുന്ന പോലെയല്ല നച്ചപ്പെട്ടിയെ കിടക്കുന്നത്. അതിന് നച്ചപ്പെട്ടി കിടക്കാൻ പഠിക്കണം. നല്ല ഭക്തി വേണം, അർപ്പണബോധം വേണം. ചില പാതിരാത്രിയിൽ ഈ നേർച്ചപ്പെട്ടിയോട് ഇങ്ങനെ ചെവികേർത്ത് കിടന്ന ചില രോദനങ്ങൾ കേൾക്കാം, ചില കരച്ചിലുകൾ കേൾക്കാം. ഒക്കെ പാവപ്പെട്ടവരാ, എനിക്കത് കേൾക്കാൻ കഴിയും. ഇല്ലെങ്കിൽ കർത്താവിനെ അത് കേൾപ്പിക്കും. ഞാൻ വെറും ഭക്തനല്ല, സർവഭക്തനാ, സർവഭക്തൻ. എടി റോസേ, എടി റോസേ, എടി ഇങ്ങോട്ട് വാടി, എടി ഇങ്ങോട്ട് വരാൻ, എടി ഇങ്ങോട്ട് വരാൻ. എടി എടി ഇവിടെ ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഒരാൾ കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ടടി. അതെന്താടി, ഞാനല്ലേ അടുത്തുള്ളൂ, നീ എന്തിനാണ് മേടിക്കുന്നത്? അയ്യോ, നീ ഒന്ന് ചെവി വട്ടം പിടിച്ചു നോക്കിയേ. ഓടിവാടി വന്ന് നോക്കണേ. നിന്റെ പാസ്പോർട്ട് എന്തിനാണ് എനിക്ക്? നിന്റെ പാസ്പോർട്ട് ഞാനെടുത്ത് കുടുങ്ങി തിന്നു. എന്റെ കർത്താവാണ് സത്യം. ഞാൻ നിന്റെ പാസ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഈ നേർച്ചപ്പെട്ടിയുടെ അടുത്ത് വന്ന് വയ്ക്കും. ഇങ്ങോട്ട് വാടി. പാസ്പോർട്ടില്ലേ, പാസ്പോർട്ട് കർത്താവ് വെച്ചിട്ട വിസ വേണ്ടടി. നമുക്ക് അമേരിക്കയ്ക്ക് വാടി. ഓ, നിന്നെയും കൊണ്ട് ഞാൻ യൂറോപ്പിൽ ഒരു ചുറ്റി ചുറ്റും. യൂറോപ്പിൽ നിനക്ക് ഇഷ്ടമുള്ള രാജ്യം ഏതാണ്? നമുക്ക് ഡെൻമാർക്കിൽ പോവാടി. നമുക്ക് ഡെൻമാർക്കിൽ പോവാം. കർത്താവ് പാസ്പോർട്ട് വെച്ചിട്ട വിസ വേണ്ടടി. നമുക്ക് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ ചെന്ന് മഞ്ഞുവല പോലെ ഒരുക്കി മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയായി മാറാവടി. റോസേ,
കുളിച്ചോളി. നീ ഇന്ന് കുളിച്ചോന്ന്. കുളിക്കാതെയാണോ രക്ഷപ്പെട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ശുദ്ധവൃത്തിയില്ലാതെ രക്ഷപ്പെട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും. എടിയാതെ എന്റെ ഇഷ്ടമായി. നേർച്ചയും ആരാധിക്കപ്പെടുന്ന വിഷയമാണ്. ഈ വീട്ടിലെ വെട്ടുകത്തി എന്തേടി, ചരക്കത്തി എന്തേടി, നഖമെട്ടി എന്തേടി, എന്തേടി നിങ്ങളുടെ ചോദിച്ചാൽ നിന്റെ ആവറങ്ങി പോയോ? ഓ, നീ നിന്റെ അച്ഛന്മാരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കും. എന്റെ കർത്താവെ, സ്വയം ബോധം. എന്റെ ബോധം സ്വയം തന്നെയാടി, അല്ലാതെ നാട്ടുകാര് കമ്മറ്റി കൂടി ഉണ്ടാക്കി തന്നൊന്നുമല്ലടി. എടി, എന്താക്ഷനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേടി. കൊതിപ്പിക്കല്ലേടി. ഗൃഹനാഥനെ ഭയന്ന് ഈ വീട്ടിലെ തറക്കത്തി, വെട്ടുകത്തി, കോടാലി എല്ലാം മാറ്റി വെച്ചിരിക്ക. ഞാൻ കഴുത്തറക്കുമെന്ന്, ഞാൻ തീവ്രവാദിയാവുമെന്ന് എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പക്ഷേ ഭക്തിപൂത്തുള്ള ഭ്രാന്ത് എനിക്കിഷ്ടമാണ്. എടി റോസേ, എടി റോസേ, എടി 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 എന്റെ പൊന്നല്ലേടി, എന്റെ പൊന്നല്ലേടി. എടി, ആ നഖം വിട്ടി ഒന്ന് താടി. എന്റെ പൊന്നല്ലേടി. തേടി ഇത് കണ്ടില്ലേടി, എന്റെ നഖമൊക്കെ വളർന്ന് പിശാചിനെ പോലെ ആടി. ഞാൻ ആരെയും കൊല്ലത്തില്ലടി. ആ നഖം വിട്ടി ഒന്ന് താടി. അങ്ങനെയൊന്നും പറയടി. ഇതെന്റെ ജീവനാ. ഇതിനോട് ചേർന്നിരിക്കുമ്പോ കിടക്കുമ്പോ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസമാണ് കിട്ടുന്നത്. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്നോട് നേർച്ചപ്പെട്ടിയെ തുടരുന്ന. പക്ഷെ എന്റെ മനസ്സിന് സംവിധാനം ചെയ്യുന്നത് മാടപ്രാവ, സ്വർണ്ണച്ചിറകുള്ള മാടപ്രാവ്. ഞാൻ തൊടും, ഞാൻ തൊടും, ഞാൻ തൊടും. നിന്നോട് നേരത്തെ അയ്യോ അച്ചോ, ഞാനല്ലോ. ഇതാ വാഴപ്രാവാളച്ചോ. ഇനി ഞാൻ മാറിന്നോളാച്ചോ. നീ മതിയുമാനത്തേക്ക് വേണ്ട. മുന്നേ 4 മണിക്ക് നേരത്തെ പെട്ടിയിലൂടെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഒരു അങ്ങനെ വേണം, അങ്ങനെ വേണം. മത്തായിക്കൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ കുര്യാക്കോക്കൊക്കെ. എടാ കുര്യാക്കോക്ക്, നീ നേരത്തെ പിള്ളയുടെ മോളിൽ കയറി കിടന്നോക്കി ഊർക്ക മറ്റും കേട്ടല്ലോ. ശരിയാണോ? ചോദിച്ചത് കേട്ടില്ലടോ. നീ നേരത്തെ പെട്ടിയുടെ മുകളിൽ അന്തി ഉറങ്ങിയോ? തലവിരിച്ച് ഉറങ്ങിയില്ലായിരുന്നോ? ഒന്നും മയങ്ങിയായിരുന്നു. അതിത്ര വലിയ പാവമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ? വളരുന്നില്ല, എല്ലാം അവന്റെ തോന്നല. ഇല്ലോ നഷ്ടപ്പെട്ടി വളരുന്നുണ്ടോ? ഇല്ലടി റോസമ്മ, നഷ്ടപ്പെട്ടി വളരുന്നില്ലേ? എനിക്ക് കുറച്ച് കുത്തരിക്കഞ്ഞിയും പയർതോടിനും ഉണ്ടാക്കി തരുമോടി. നേർച്ചപ്പണത്തിന് വിശക്കുന്നുണ്ടടി, അവർക്ക് ജീവനുണ്ടടി. വിശക്കൂടി, വിശക്കൂടി, ഇല്ലടി, നേർച്ചപ്പണത്തിന് വിശക്കുന്നുണ്ടടി. അങ്ങനെ എന്നോട് മാടപ്രാവ് പറഞ്ഞത്.
അവർക്ക് ജീവനുണ്ടടി. എടി റോസേ, ആ കെട്ടുതാലി ഒന്ന് തരുമോടി? സ്വർണ്ണക്കുരിശിൽ തീർത്ത കെട്ടുതാലി കർത്താവ് വെഞ്ചരിച്ചു തരുമോടി? എടി എന്നെക്കാ വലിയ ഭർത്താവല്ലേ കർത്താവ്? ഞാൻ ഭർത്താവ്, കർത്താവ് കർത്താവ്. ഈ കർത്താവ് നമ്മുടെ താലി വെഞ്ചരിച്ച നമ്മുടെ ജീവിതം മനോഹരമാവൂടി. ലോകത്തിൽ ആദ്യമായിരിക്കും കർത്താവ് വെഞ്ചരിച്ച താലി. അത് നിന്റെ കഴുത്തിൽ ആ താലി താടി. നമ്മുടെ താലി വെഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമാവൂടി. നമ്മുടെ ജീവിതം തിളങ്ങൂടി. നമ്മുടെ കെട്ടുതാലി പ്രശസ്തയാവൂടി. ഞങ്ങൾ ഈ കേൾക്കുന്നത് സത്യമാണോ? നീ കെട്ടുതാലി ചോദിച്ചോ? സിലബസിലില്ലാത്ത കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത് മുഴുവൻ? ആ കെട്ടുതാലി കൊടുക്കണി, അവരെന്താ ചെയ്യുന്നത് കാണാൻ. അങ്ങനെയൊന്നുമില്ലോ. കെട്ടുതാലി വെഞ്ചരിക്കുമ്പോ ഞാനും രാഷ്ട്രപതിയും മാത്രമേ അടുത്ത് കാണാൻ പാടുള്ളൂ. അതൊക്കെ നിങ്ങൾ തോന്നലാ. ഒരു നല്ല കാര്യമല്ലേ? എല്ലാവരും കാണട്ടെ. നിനക്ക് എന്താണ് ആ സമൂഹത്തിൽ പേടി? ഈ വളഞ്ഞിരിക്കുന്നത് സഭയാണ്, സഭ. അതല്ലോ, കെട്ടുതാലി വെഞ്ചരിക്കുന്നത് സ്വകാര്യമാണ്, മറ്റാരും കാണാൻ പാടില്ല. എന്റെ റോസ് എനിക്ക് കുറച്ച് കുത്തരിക്കഞ്ഞിയും പയറുതോരനും ഉണ്ടാക്കി തന്നു. അവർക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. നേർച്ചപ്പെട്ടിയിലെ ദീനരോധനങ്ങൾക്ക് തേങ്ങലുകൾക്ക് വിശക്കുന്നുണ്ടോ? എല്ലാം പാവപ്പെട്ടവന്റെ ദീനരോധനങ്ങളാ. ഇതിന് കുറച്ച് കഞ്ഞിയും പയറും വച്ചോ. കൊടുത്തോട്ടെ ഞാനച്ചാ ഈ കഞ്ഞിയും പയറും. നേർച്ചപ്പെട്ടിയിൽ നേർച്ചപ്പെടണ, നേർച്ചപ്പടത്തിന് വിശക്കില്ല. ഇല്ലച്ചോ, നേർച്ചപ്പെട്ടിയിൽ നേർച്ച ജീവനുകളാച്ചോ. നേർച്ച ജീവനുകൾക്ക് വിശക്ക് വച്ചോ. അച്ചോ 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 കൊടുത്തോട്ടെ വെച്ചോ ഞാൻ ഈ കഞ്ഞിയും പയറും. നേർച്ചപ്പെട്ടിയിൽ കഞ്ഞി വീഴ്ച പാടില്ല, നേർച്ചപ്പടത്തിന് വിശക്കില്ല. നേർച്ചപ്പടമല്ലേടോ താളവും മേളവും സംഗീതവും പെരുന്നാളും ഘോഷയാത്രയും ഭരണകൂടവും ഒക്കെയായി മാറിയത്. അതുകൊണ്ട് നിന്റെ ഈ പ്രക്രിയയിൽ സഭ എതിർപ്പ് പ്രകടിപ്പിക്കുകയല്ല. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ ഇങ്ങനെ ഇടപെടാനേ കഴിയൂ. കുര്യാക്കോസെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തല കുടിച്ച് കേൾക്കുന്നത്? തലമൊക്കടാ, തലമൊക്കാൻ, തലമൊക്കടാ. ആരാന്റെ കാലം പിടിച്ച് വലിക്കുന്നത്? അയ്യോ അയ്യോ, ഞാനെങ്ങനെയാണ് ഇതിനകത്ത് വന്ന് വിട്ടത്? അയ്യോ റോസേ, പെങ്ങളെ, ആരെങ്കിലും ഓടിവാടി. കർത്താവിന്റെ ചെവിക്ക് പിടിച്ചിരിക്കാടി. ആരെങ്കിലും ഓടിവാടി. റോസ് പറഞ്ഞത് ശരിയാ. ഞാനൊരു ഭക്തി പിശാചായി മാറുന്ന പോലെ എന്റെ കുര്യാക്കോസ്ക്കൊക്കെ ഞാൻ തന്നെ തീർത്താണെന്ന്. എന്തിനാ വിളിച്ചടക്കുന്നേ? വിളിച്ചടക്കല്ലേ, വിളിച്ചടക്കല്ലേ. അയ്യോ റോസ, ഓടിവാടി. എന്നെ ഇരുത്തിന്റെ കമ്പളം കൊണ്ട് മൂടുന്നടി. അച്ചോ
എന്റെ കാലിൽ പിടിച്ചു വലിക്കണേ. അയ്യോ ദൈവത്തിന്റെ ദൂതനം. നീ കർത്താവിന്റെ ഗർഭപാത്രത്തിലാണ് കുഞ്ഞെ. നിന്നെ ചെല്ലി ഞാൻ അഭിമാനിക്കുക. നീയായി തന്നെ ഒരു നേരത്തെ ജീവനായല്ലോ. എവിടെയാടാ കുഞ്ഞെ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുക. എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടടാ. നേരത്തെപ്പെട്ടി നിന്റെ സുഖം തന്നെയല്ലേ? കർത്താവ് നിനക്ക് ഒരു വരുത്തില്ലടാ. ഞാനിന്നലെ മൂത്തമ്മയെ കണ്ടിരുന്നടാ. ഓളോട് പറയാം ഈ വേളാങ്കണ്ണിക്ക് പോയിരിക്കുവാന്ന്. ആദ്യമൊന്നും മനസ്സിലായില്ലടാ. ഇന്ന് ഞാൻ മനസ്സിലാക്കുവായിരുന്നു നിന്നെ കെട്ടിയൊരു മൂത്ത സഹോദരിയാണെന്ന്. നിന്നോട് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടടാ. ഒരു ദിവസം അവിടെ നിന്റെ ആധാർ കാർഡ് രക്ഷപ്പെട്ടില്ലടാ. എന്നിട്ട് പള്ളിയിൽ നാട് വന്നിട്ട് അത് കുത്തി തുറന്നെടുത്ത് ഈ അസുഖം, ഈ മനോരോഗം ഒരു പകർച്ചവ്യാധിയാ. അത് അവളെ ബാധിച്ചെന്നാ പറയുന്നത്. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുക. ഞാനിങ്ങോട്ട് കഴിവോട്ട് തിരിഞ്ഞു നിൽക്കാം. ചില സമയങ്ങളിൽ അനുവാദമില്ലാതെ ഭക്തിപുത്തിനെ പ്രാളം കാണിച്ച് ചില മനസ്സിലാകും. അതിനൊരാളീ കുര്യാക്കോസ് ഇരിക്കപ്പെട്ടതല്ല, അവൻ ഏറ്റുവാങ്ങിയത്. ഇവന്റെ ദൈവഭക്തി അതിക്രമിച്ചു, ആക്രമിച്ചു. ഈ ഭക്തി കാട്ടി ആ കുഴിയിരുന്ന പോലെ അവൻ ഈ നേർച്ചക്കുഴിയിലേക്ക് വീണു. ഇതിനുള്ളിലെ നീന്തൽ അവൻ അറിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. കുര്യാക്കോസേ, ഈ അങ്ങനെ പെണ്ണുപിള്ളയും ആഗ്രഹം പോയി കാണില്ലേ.
ഞാൻ ഈ കാല് തരാം നിങ്ങൾക്ക്. നിങ്ങളിത് കാണിച്ചോ. കർത്താവ് വെച്ചിട്ട് പാസ്പോർട്ട് പോയി നമുക്കൊന്ന് യൂറോപ്പിൽ പോകണ്ടേ? നീല രംഗങ്ങളിൽ കയറണ്ടേ? അതെങ്ങനെയാ മലയാളികൾ വരാതെ എങ്ങനെ നടക്കാം? കുര്യാക്കോസിനെ കാണാനില്ല. എന്നെപ്പോലെ ഒരുപാട് ഡോക്ടർമാർ ഇവിടെ ആരെങ്കിലും വന്ന് ഇവരെ കൊണ്ട് കാണിച്ചെന്നെ കുര്യാക്കോസിനെ കണ്ടുപിടിക്ക്. ആരെങ്കിലും എന്നെ കുര്യാക്കോസിനെ കണ്ടുപിടിക്ക്. ഈ ദിവസം എനിക്ക് അറിയാൻ വയ്യ. കുര്യാക്കോസേ, എവിടെയാ നിങ്ങള്? കുര്യാക്കോസേ, എവിടെയാ നിങ്ങള്? കുര്യാക്കോസേ, എവിടെയാ നിനക്ക് അവിടെ സുഖം തന്നെയില്ലേടി? നീ നമ്മുടെ ആളുകളൊക്കെ നന്നായി നോക്കണം. നമ്മുടെ ആളുകളല്ല, നിങ്ങളുടെ ആളുകൾ. എന്റെ പച്ചപ്പ്, നിങ്ങളുടെ ആളുകൾ. എന്റെ പച്ചപ്പ്, എന്റെ പച്ചപ്പ്. നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ആളുകൾ. എന്റെ പച്ചപ്പ്.